السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين. أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുവാൻ നാം തയ്യാറായ ഒരു സാഹചര്യം ഇതിനകം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വളരെ അടുത്ത കാലത്ത് രൂപീകരിച്ച ഒരു സംഘടനയല്ലേ? നിങ്ങൾക്കെന്ത് മുജാഹിദ് പാരമ്പര്യം എന്നൊക്കെ ഈ വളരെ അടുത്ത കാലത്ത് ഈ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളൊക്കെ പലപ്പോഴും ഉന്നയിക്കാറുണ്ട്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം ഒരു ആദർശത്തിൻ്റെ തുടർച്ചയാണ്. ജനങ്ങളോട് പറയുന്ന ഹക്ക് അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വിശ്വസിക്കുകയും ആചരിക്കുകയും അതിന് ശേഷമുള്ള തലമുറകൾക്ക് കൈമാറുകയും ചെയ്ത അതേ ആദർശമാണ്. ഏതെങ്കിലും ഒരു കാര്യം അന്നത്തെ ഫഹമിൽ നിന്ന്, അന്നത്തെ ഗ്രാഹ്യതയിൽ നിന്ന്, അന്നത്തെ പാരമ്പര്യത്തിൽ നിന്ന് തെറ്റിക്കൊണ്ട് ഏതൊരു ആദർശമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ അടുത്തുള്ളത് എന്ന് ചോദിച്ചാൽ അതിന് ചൂണ്ടിക്കാണിക്കാനുണ്ടാവാറില്ല. വെറും ചില വായാടി വർത്തമാനങ്ങളല്ലാതെ വിശുദ്ധ ഖുർആനിൻ്റെയോ തിരുസുന്നത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഇന്നതാണ് നിങ്ങൾക്ക് സംഭവിച്ച തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പ്രതിയോഗികൾക്ക് സാധിക്കാറില്ല. സഹോദരന്മാരെ, വളരെ കണിശമായി ആ തൗഹീദിൻ്റെ തലമുറകളോളം കൈമാറി വന്ന പടച്ചതമ്പുരാൻ സംരക്ഷിക്കും എന്ന് അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ള ആ തൗഹീദി പ്രസ്ഥാനത്തിലാണ് മുജാഹിദുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതേ ആശയങ്ങൾ വളരെ ശക്തമായി സംസാരിച്ച നമ്മുടെ പൂർവികന്മാരായ പണ്ഡിതന്മാർ MCC അബ്ദുറഹ്മാൻ മൗലവിയും KM മൗലവിയും അരീക്കോട് അബ്ദുസ്സലാം മൗലവിയും ഉണ്ണീൻ മൗലവിയും സെയ്ദ് മൗലവിയും ഇതുപോലെയുള്ള പ്രമുഖന്മാരായ ആളുകൾ എന്താണോ അവരുടെ വാതുകളൊക്കെ കേട്ട ഒരുപാട് ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ മഹാന്മാരായ പണ്ഡിതന്മാർ അന്ന് സമൂഹത്തോട് എന്ത് ഒരാദർശമാണ് അവർ ജനങ്ങളെ ഉപദേശിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തത്. അതിൽ നിന്ന് വ്യത്യസ്തമായ യാതൊന്നും ഒരു അണുമണിത്തോക്കും പോലും തെറ്റിക്കൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രഭാഷകരോ പ്രബോധകരോ പണ്ഡിതന്മാരോ ദായിമാരോ അതിൻ്റെ സ്ഥാപനങ്ങളോ ഒന്നും പ്രതിനിധീകരിക്കുന്നില്ല. അതേ ആദർശത്തെയാണ് അവർ ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ എഴുത്തുകളിൽ, പുസ്തകങ്ങളിൽ അതാണ് ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ തികച്ചും അനാവശ്യമായ, ഒരു സമൂഹത്തിനും ഗുണകരമല്ലാത്ത ഒരു പിളർപ്പ് അത് ശക്തമായി നിലനിർത്തി ചില സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി കെട്ടിയുണ്ടാക്കിയ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരുടെ തലയിൽ അടിച്ചേൽപ്പിച്ച ഒരു ഭിന്നതയാണ് ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ നാം കാണുന്ന ഭിന്നത. അത് പലപ്പോഴും നമ്മുടെ ചില ഗുണകാംക്ഷികളായ ആളുകൾ പറയാറുണ്ട്, എല്ലാ പ്രസ്ഥാനം പിളർന്നാലും മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെ പൊട്ടി 4ഉം 5ഉം ആകുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. കാരണം അതിന് ക്രിസ്റ്റൽ ക്ലിയർ, ഒരു കൈയിൻ്റെ ഉള്ളനടിയിൽ വെച്ച ഒരു നെല്ലിക്ക പോലെ ക്ലിയറായ ഒരു ആദർശമുണ്ട്. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അവനല്ലാതെ ആരോടും നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിൽ നമുക്ക് രക്ഷാശിക്ഷകൾ നൽകാൻ അവർ മാത്രമേ സാധിക്കുകയുള്ളൂ. അവരോട് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളൂ. ഇത് നാഴികക്ക് 40 വട്ടം ആവർത്തിച്ച് പറഞ്ഞാലും പറയും, നിങ്ങൾ ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങൾ ജിന്നുകളെ വിളിച്ച് തേടുന്നവരാണ് എന്ന് നിരന്തരം ആരോപിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, ഈ ആരോപണം തെറ്റാണ്, അത് കളവാണ്, അത് നുണയാണ്, അത് ദുരുദ്ദേശപരമാണ്, ആത്മാർത്ഥമായിട്ടല്ല. അതിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല. ഒരാളും ഇവിടെ അള്ളാഹു അല്ലാത്ത ആരോടും വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല, അള്ളാഹു അല്ലാത്ത ആരോടും വിളിച്ചു തേടുന്നില്ല. പണ്ഡിതന്മാരായ ആളുകൾ പണ്ഡിതോചിതമായി ചർച്ച ചെയ്ത ഒരു വിഷയം സാധാരണക്കാരുടെ ആളുകളിലേക്ക് വലിച്ചിട്ട് അവരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് ഈ വിഷയം ജനങ്ങൾക്കിടയിൽ ധാരണപ്പിശുണ്ടാക്കിയ ഒരു വിഷയമായി മാറിയപ്പോൾ നമ്മളതിന് മറുപടി പറയാൻ നിർബന്ധിതരായതാണ്. നേരെ മറിച്ച് പല പണ്ഡിത മഹാന്മാരായ ആളുകളും ഇതുപോലുള്ള ഭിന്നതകളൊക്കെ കുറിച്ച് കേട്ട് മനസ്സ് വിഷമിച്ചിരിക്കുന്ന ചില ആളുകൾ നമ്മോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് നിങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ
ദായിമാർക്കിടയിൽ, വിവരമുള്ള ആളുകൾക്കിടയിൽ ഒരു റൂമിലിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയങ്ങൾ, അതല്ലെങ്കിൽ അങ്ങനെ പഴയകാലത്തും ചരിത്രത്തിലും ഇസ്ലാമിൽ പല വിഷയങ്ങളിലും പണ്ഡിതന്മാർക്കിടയിൽ ചില ഭിന്ന വീക്ഷണങ്ങളുണ്ടായിട്ടുണ്ട്. ആ വീക്ഷണങ്ങൾ അവരെല്ലാം സൗഹാർദ്ദപരമായി, സാഹോദര്യപരമായി അവരുടെ ഇടയിലുള്ള ഐക്യത്തിൻ്റെയോ ബന്ധത്തിൻ്റെയോ ആ നൂലിഴകൾക്ക് യാതൊരു ദൗർബല്യവും സംഭവിക്കാതെ എത്ര പരിഹരിച്ചിട്ടുണ്ട്. എല്ലാ അഭിപ്രായങ്ങളും ചിലപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ അതേ അഭിപ്രായം തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് എന്ന് പറയാൻ പറ്റില്ല. ചില കാര്യങ്ങളിൽ അവർക്കിടയിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. പക്ഷേ ആ സലഫി മൻഹജിൽ കടന്നു വരുന്ന ആ മഹാന്മാരൊക്കെ കീപ്പ് ചെയ്ത ഒരു പരസ്പര ബഹുമാനത്തിൻ്റെയും ഒരു പരസ്പര ഐക്യത്തിൻ്റെയും ഒരു പരസ്പര സൗഹാർദ്ദത്തിൻ്റെയും ഒരു അന്തരീക്ഷം ഇങ്ങനെ തകർത്ത് പറഞ്ഞാലേ ചില ആളുകളെ സംഘടനാ രംഗത്തു നിന്നൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ പറ്റുകയുള്ളൂ എന്ന് ചില സൂത്രശാലികൾ എടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിരന്തരമായി നേരത്തെ ഇവിടെ പറഞ്ഞ മർക്കസുൽ ദഅവ വിഭാഗത്തിനെതിരെ അവർ ഉയർത്തിവിട്ട ഈ ശിർക്കാരോപണത്തിനെതിരെ പേജിലും സ്റ്റേജിലും നിരന്തരമായി മറുപടി പറഞ്ഞ ആളുകൾ ഒരൊറ്റ പ്രഭാതത്തിൽ അതേ വിഷയം യാതൊരു മാറ്റവുമില്ലാതെ അവരുടെ കൂടെ ഒന്നിച്ച് ഈ ആദർശ വ്യതിയാനത്തെ എതിർത്തിരുന്ന, ഈ ആദർശ വ്യതിയാനത്തിനെതിരെ പോരാടിയിരുന്ന ആളുകൾക്കെതിരെയിൽ അതേ രൂപത്തിൽ ഇവർ ആരോപണമുന്നയിക്കുകയാണ്. അങ്ങനെ അത് ജനങ്ങൾ എങ്ങനെ വിശ്വസിപ്പിക്കാമെന്ന് വർക്ക്ഷോപ്പ് നടത്തുകയാണ്. നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ ഇത് ആളുകൾ ഉൾക്കൊള്ളണമെന്നില്ല. കാരണം നമ്മളും അവരും ഒന്നിച്ച് വേറൊരു വിഭാഗത്തിനെതിരെ തെളിവുകൾ കൊണ്ടും പ്രമാണങ്ങൾ കൊണ്ടും ഗണ്ണിച്ച ഒരു കാര്യം നമ്മളിപ്പോൾ പെട്ടെന്ന് ഇത് ഇവർ ശിർക്കിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കാൻ ഒരുപക്ഷെ വിഷമമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയണം അങ്ങനെ പറയണം എന്ന് പറഞ്ഞ് വാചകങ്ങളും അതുപോലെ തന്നെ ചില ദുർവ്യാഖ്യാനങ്ങളുമൊക്കെ നിരന്തരമായി ചില ആളുകളെ പഠിപ്പിച്ച് അവർ അത് രംഗത്തിറങ്ങി. കാരണം എന്താ സഹോദരന്മാരെ, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ സ്ഥാനമാനങ്ങളോ അതുപോലെ തന്നെ പ്രത്യേക പദവികളോ ഒന്നും ഉദ്ദേശിക്കാതെ അള്ളാഹുവിൻ്റെ ഹക്ക് ഇവിടെ വ്യഭിചരിക്കപ്പെടുന്നുണ്ട്. അള്ളാഹു മനുഷ്യരെ പഠിപ്പിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ ഇവിടെ അന്യവൽക്കരിക്കപ്പെടുന്നുണ്ട്, ജനങ്ങൾക്ക് ഇത് തിരിച്ചറിയാതെ പോകുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ രംഗത്തിറങ്ങി ഖുർആനും സുന്നത്തും ഉപയോഗിച്ച് ജനങ്ങളുടെ മധ്യത്തിൽ വിശദീകരിച്ചു കൊടുത്ത തെറ്റായ വ്യാഖ്യാനങ്ങൾക്കെതിരെ ശക്തമായി അവർ കാര്യങ്ങൾ പറഞ്ഞു, അവരെ ബോധ്യപ്പെടുത്തി, അതിന് പ്രമാണങ്ങൾ കൊണ്ട് തെളിവുകൾ ഉദ്ധരിച്ചു. ഇന്നും കൃത്യമായ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എന്താണ് നമ്മുടെ നിലപാട്, എന്താണ് വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് രാവിലെ മുതൽ ഇവിടെ ആരംഭിച്ച പ്രസംഗങ്ങളിലും തുടർന്നങ്ങോട്ട് നടക്കുന്ന പ്രഭാഷണങ്ങളിലും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുക. സഹോദരന്മാരെ ശ്രദ്ധിച്ചു കേൾക്കുക. പ്രത്യേകിച്ച് സദസ്സിലുള്ള ആളുകൾ ഈ കാര്യം ശ്രദ്ധിച്ച് ഉൾക്കൊള്ളണം. നിങ്ങൾക്ക് ഇത് കുറിപ്പെടുത്തി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് റെക്കോർഡായി നമ്മുടെ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഉണ്ടാകും. ധാരാളക്കണക്കിന് ആളുകൾ ഇപ്പോൾ നിങ്ങളിവിടേക്ക് ഇരുന്ന് കേൾക്കുന്നത് പോലെ തന്നെ ഓൺലൈനിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ മൊബൈലുകളും ഫോണുകളൊക്കെ ഒന്ന് കീശയിലിട്ട് കൃത്യമായി ഇവിടെ നടക്കുന്ന പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ദീർഘമായ സംസാരം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ ദിവസങ്ങളെടുത്ത ഒരു യാത്ര കഴിഞ്ഞ് അന്ന് രാവിലെ എത്തിയിട്ടേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹക്ക് തുറന്നു പറയാനും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്ത ഒരു സംഭവമാണ് കാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. വിശ്വാസികളായ ആളുകളെ സഹായിക്കുക എന്നുള്ളത് പടച്ചവൻ്റെ ബാധ്യതയാണ്. അതവൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഏതോ ഒരു പണ്ഡിതനും അയാളോടൊപ്പം ഇറങ്ങിപ്പോയ 4 ആളുകളും അത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കഴിഞ്ഞ് ഇന്ന് മുളച്ചു പൊന്തിയ ഒരു തവര പോലെ അതങ്ങ് അവസാനിച്ചു കൊള്ളും എന്ന് വിശ്വസിച്ചിടത്ത് ആയിരങ്ങളുടെ പിന്തുണയുള്ള, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന, മരിച്ചു പോകുമെന്ന് ബേജാറുള്ള, ഹക്കിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരു പറ്റം ആളുകൾ അങ്ങനെ എല്ലാവിധത്തിലുള്ള ത്യാഗവും ഏറ്റെടുത്തുകൊണ്ട് നടന്നപ്പോൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന വിജയങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ല, ബേജാറായിട്ട് കാര്യമില്ല. സത്യം എന്താണോ അതിലേക്ക് മടങ്ങുകയാണ് വേണ്ടത്. ആ സത്യം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. പല സന്ദർഭങ്ങളിലും നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. അതുകൊണ്ട് ആ ഹക്കിലേക്ക് മടങ്ങുക, യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക, അനാവശ്യമായ ശത്രുതകളും പകകളും ഒഴിവാക്കുക. നമുക്ക് ഒന്നിച്ച് നീങ്ങാൻ ഒരുപാട് മേഖലകളും ഒരുപാട് വേദികളുമുണ്ട്. അവിടെയൊക്കെ ഒന്നിച്ച് നീങ്ങാം. അനാവശ്യമായ ശത്രുത ഒഴിവാക്കി അക്രമങ്ങളും അവസാനിപ്പിച്ച് നമുക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹക്കിലേക്ക് മടങ്ങണം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത്. ജനങ്ങളെ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അത്തിയുല്ലാഹ
അത്തിഉർ റസൂല ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ബിശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വർ റസൂൽ. അതായത് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, പ്രവാചകനെ അനുസരിക്കണം, നിങ്ങളുടെ ഇടയിൽ കൈകാര്യകർത്താക്കളായി നിൽക്കുന്ന അതിൻ്റെ ആളുകളെ അനുസരിക്കണം. അള്ളാഹുവിൻ്റെ ദീനിൽ തർക്കമുണ്ടായാൽ നിങ്ങളുടെ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. അത് ഉലുൽ അംറിലേക്ക് മടക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആനിൽ അവൻ്റെ കലാമിൽ എന്താണ് പറയുന്നത്, പ്രവാചകൻ്റെ വചനങ്ങളിൽ എന്താണ് പറയുന്നത്, അതിലേക്ക് തിരിയണം, അത് പരിശോധിക്കണം. പടച്ചവൻ എത്ര സംരക്ഷിച്ചു നിർത്തിയ ഒരു കാര്യമാണത്. ആ ദീന് അതാർക്കും പൊളിക്കാൻ സാധ്യമല്ല. അത് ലോകാവസാനം വരെ നിലനിൽക്കും. കുടിലിലും കൊട്ടാരത്തിലും ഇസ്ലാം വ്യാപിക്കാതെ അത് പ്രചരിക്കാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള വാഗ്ദാനമാണ്. അതുകൊണ്ട് ഈ ഉദ്യമം, അവിശ്രമം അത് തുടർന്നുകൊണ്ടേയിരിക്കും. സമൂഹത്തിൽ സത്യവും യാഥാർത്ഥ്യവും വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള ഈ പരിശ്രമങ്ങൾ നടക്കും. സമ്മേളനങ്ങൾ നടക്കുന്നു. വിദ്യാർത്ഥികളുടെ വലിയ ഒരു സമ്മേളനം ഇൻഷാ അല്ലാഹ് മെയ് മാസം നടക്കാൻ പോകുന്നു. അതുപോലെ തന്നെ അടുത്ത ദിവസം കണ്ണൂരിൽ 17-ാം തീയതി പ്രൊഫൈസ് നടക്കാൻ പോകുന്നു. അരീക്കോട് ഫാമിലി കോൺഫറൻസ് നടക്കുന്നു. ഒക്കെ ഒരേ ദിവസമാണ് നടക്കുന്നത്. ആത്മധൈര്യത്തോടുകൂടി അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അവൻ്റെ ദീന് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രബോധകന്മാർ മുന്നേറുകയാണ്. അതിൻ്റെ കൂടെ ജനങ്ങളുണ്ട്, അതിൻ്റെ കൂടെ സത്യസന്ധരായ ആളുകളുണ്ട്. രാവും പകലും അധ്വാനം, പണം കൊണ്ടും ശരീരം കൊണ്ടും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങൾ കൊണ്ടും ഈ ആദർശ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ശിരസ് കുനിച്ചുകൊണ്ട് അവനിൽ സർവസ്വവും തവക്കൽ ചെയ്തുകൊണ്ട് ഈ ആദർശ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് എല്ലാവരും ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചവരെ നിങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം വിവേകമതികളായ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ നിരന്തരം പിന്നാലെ കൂടി തെറ്റിദ്ധരിപ്പിച്ചതാണ്. അതുകൊണ്ട് അടുത്ത കാലത്തായി ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കൂടെ ചേർന്ന് നിന്ന ഒരു വിഭാഗം ആളുകൾക്ക് ഒരുപക്ഷെ നിരന്തരമായ ചില ദുർവ്യാഖ്യാനങ്ങൾ കേൾക്കുമ്പോൾ ചില ധാരണപ്പിശകുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ക്ലാസ്സുകളും ഈ പ്രസംഗങ്ങളും ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് തിരുത്തുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അവൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും പ്രബോധന പ്രവർത്തനങ്ങളിൽ പദമൂന്നി ശക്തമായി മുന്നേറാനും പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്.